ഇന്ന് ബാലൻ സിനിമ കണ്ടു. അതിൻ്റെ ഒരു അഭിപ്രായം പറയാൻ കരുതി വന്നതാണ്. നമ്മൾ കുറേ ഹൈപ്പൊക്കെ ആയിട്ടാണ് ഫിലിം കാണാൻ പോയത്. പക്ഷേ ഒരു സ്വന്തം അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ ഒരു സിനിമയെ കുറിച്ച് നമ്മൾ നെഗറ്റീവ് പറയണമല്ല കേട്ടോ. പക്ഷേ ഇത് സിനിമ മോശമാണെന്നോ അല്ല പറയുന്നത്. വളരെ സിമ്പിളായിട്ടൊരു അഭിപ്രായം. അപ്പോൾ നമ്മൾ പ്രിയദർശൻ പറഞ്ഞ് 2 വർഷത്തിനിടക്ക് ഇത്ര നല്ലൊരു ഫിലിം കണ്ടിട്ടില്ല എന്നുള്ള ഒരു ഹൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഫിലിം കാണാൻ പോകുന്നത്. പക്ഷേ ഒരു നോർമൽ സിനിമ, ഒരു സാധാരണ സിനിമ നമുക്ക് പ്രതീക്ഷിക്കാത്ത നല്ല രീതിയിലൊരു ക്ലൈമാക്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ഒരു പ്രത്യേകിച്ച് ബൂസ്റ്റപ്പ് പറയാൻ ഈ സംവിധായകൻ്റെ ചിദംബരത്തിൻ്റെ ഇതിന് മുന്നത്തെ 2 ഫിലിം നല്ല അടിപൊളി ഫിലിമായിരുന്നു. അപ്പോൾ അതിനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ഹൈപ്പ് കാരണം കൊണ്ട് ഉള്ള അത് വെച്ചിട്ടാണ് നമ്മൾ ഫിലിം കാണാൻ വേണ്ടി പോയത്. പക്ഷേ അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു സാധാരണ രീതിയിലുള്ള, പക്ഷെ എന്നാൽ ഒരു വെറൈറ്റി സബ്ജക്റ്റാണ്. അങ്ങനത്തെ ഒരു ഫിലിം എന്ന് പറയാൻ പറ്റുള്ളൂ. അത്ര സൂപ്പർ ക്ലാസ് ഫിലിമാണ്. അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ വാല്യൂ ഒരുപാടധികം ഒരു പ്രാവശ്യം കണ്ട് തീർക്കാവുന്ന ഒരു മൂവി തന്നെയുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ചില ഇൻസ്റ്റാഗ്രാം പോസ്റ്റൊക്കെ നമ്മൾ കണ്ടു. ഒരുപാട് എന്താ പറയുക, ആക്ടിങ് ലെവല് അഭിനയിച്ച ആളുകളെ മുഴുവൻ നമ്മൾ 1 by 1 എല്ലാവരെയും നമ്മൾ ഓർത്ത് വെക്കുന്ന തരത്തിലുള്ള പെർഫോമൻസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടാണ് ഫിലിം കാണാൻ പോയത്. പക്ഷേ എല്ലാവരും നോർമൽ തന്നെയായിരുന്നു. ഇപ്പം ടൊവിനോ ഒക്കെ അത്ര ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാനില്ല. ടൊവിനോയ്ക്ക് പകരം വേറെ ഏതൊരാൾ ചെയ്താലും അതിന് ആ രീതിയിലുള്ള നല്ലൊരു റിസപ്ഷൻ തന്നെ കിട്ടും. അങ്ങനത്തെ ഒരു അഭിപ്രായമാണ് നമുക്ക് ഈ ഫിലിം കണ്ടു കഴിഞ്ഞതിന് ശേഷം തോന്നുന്നത്. നമ്മുടെ മാത്രം സ്വന്തം അഭിപ്രായമാണ്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവുക നമുക്കറിയില്ല. എന്തായാലും ഫിലിം ഒരു പുതിയ സബ്ജക്റ്റാണ്. ഒരു നല്ല രീതിയിൽ ഇപ്പം നമുക്ക് മഞ്ഞുമൽ ബോയ്സൊക്കെ കാണുമ്പോൾ ആ ഒരു ഫിലിം നല്ല രീതിക്ക് നല്ല കൊറിയോഗ്രാഫി, പിന്നെ എന്താ പറയുക, ഗ്രാഫിക്സ്, ഛായാഗ്രഹം നല്ല കൃത്യമായ നല്ല അപ്രിസിയേഷൻ കൊടുക്കേണ്ട ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ മഞ്ഞുമൽ ബോയ്സ് എടുത്തിട്ടുള്ളത്. അതേപോലെ സെറ്റ് കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. നല്ല കളർ കോമ്പിനേഷൻ, നല്ല എല്ലാ ഫ്രെയിംസും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരു കോമഡികൾ, പിന്നെ ചിലയിടത്തൊക്കെ നമുക്ക് ഇമോഷണലി ചില കോമഡികൾ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇമോഷണലി ചില സീനുകളൊക്കെ ക്യാരക്ടറിനോടൊരു എന്താ പറയുക, അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാൻ, ഒരു സെൻറ്റിമെൻറ്റ്സ് സീനിൽ നമുക്ക് ആ ഒരു ഡെപ്ത് അങ്ങോട്ട് വരാത്ത രീതിയിൽ, പിന്നെ ചില ഏരിയകളിൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന എക്സ്പെക്റ്റേഷൻ ലെവലൊന്നും മീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ വിചാരിക്കും സ്റ്റോറി ഇങ്ങനെയൊക്കെ ആയിരിക്കും ഫസ്റ്റ് ഹാഫ് കണ്ടിട്ടുണ്ടെങ്കിൽ. പക്ഷേ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഈ ഫിലിമിന് ബാലൻ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ഭയങ്കരമായിട്ടുള്ള ഹൈപ്പ്. അപ്പോൾ ആ ഹൈപ്പ് കണ്ടിട്ടൊരു ഫിലിമാണ്. ഒരു നോർമൽ രീതിയിലൊരു ഫിലിം കാണാൻ പോയാൽ നമുക്ക് ഇഷ്ടപ്പെടും. അതല്ലാതെ ഭയങ്കരമായ ഹൈപ്പ് വെച്ചിട്ട് അതിനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്ന് ചെക്കന്മാരിടുന്ന സ്റ്റോറീസൊക്കെ നോക്കിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വലിയ സംഭവമായിട്ടും തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ ഭയങ്കര രസമുണ്ടായിരുന്നു. അതിൻ്റെ ഓരോരുത്തരുടെ അഭിനയമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് നമുക്ക് അത്യാവശ്യം കുറച്ച് ലാഗായിട്ടാണ് തോന്നിയത്. പിന്നെ ഈ ലാഗ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ട്വിസ്റ്റ് ഒക്കെ പ്രതീക്ഷിക്കുമ്പോൾ ഈ ലാഗിന് പ്രത്യേകിച്ചിട്ട് നമുക്ക് ബെനിഫിറ്റ് ഒന്നും ഉള്ളതായി തോന്നില്ല. അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ആവറേജ് പടം, ഒരു നല്ല പടം, ഒരു ആവറേജ് പടം. എടുത്തു പറയാൻ പറ്റുന്ന പാട്ടുകൾ, ഓർമ്മയിൽ നിൽക്കുന്ന, നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ പറ്റുന്ന അങ്ങനെ പാട്ടുകൾ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ സിമ്പിളായിട്ട് എല്ലാ ജെൻഡറുകൾക്കും ഒരേപോലെ മനസ്സിലാക്കാൻ പറ്റുന്നത് നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ ടൊവിനോൻ്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ടൊവിനോ ബോഡി അത്യാവശ്യം അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു ക്യാമിയോ റോള് പോലെ ഉള്ളതാണ്. പക്ഷെ നമുക്ക് അതിലും ടൊവിനോൻ്റെ അടുത്ത് ഇനിയും പ്രതീക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതുണ്ട്. അല്ലെങ്കിൽ ടൊവിനോക്ക് അത്രയും നല്ലൊരു ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ടാവും എന്ന് കരുതിയിട്ട് അത്ര അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലെവലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബി ജി എം ഓക്കെ, ഒരു നോർമൽ ബി ജി എം, സോങ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമുക്ക് ബാലൻ ഫിലിം കണ്ടിട്ട് തോന്നിയിട്ടുള്ള അഭിപ്രായം. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെയാണ് തോന്നുന്നത് എനിക്കറിയില്ല. നമ്മുടെ സ്വന്തം അഭിപ്രായമാണോ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇത് നമ്മുടെ ഓൺലി ഓൺ അവർ അഭിപ്രായമാണ്. പക്ഷേ നിങ്ങളെന്തായാലും കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും നിങ്ങൾക്ക് ഇതേമാതിരി സെയിം അഭിപ്രായമാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.